പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ ദേവാലയത്തിൽ പോകാൻ വേണ്ടി ഒരുങ്ങുന്നവരുണ്ട്. പിന്നെ ദേവാലയത്തിൽ പതിവായിട്ട് പോകാത്ത ക്രൈസ്തവരും ചിലപ്പോൾ ശുശ്രൂഷ കൂടുന്നുണ്ടാകും. എങ്കിലും നിങ്ങൾക്കത് കർത്താവിൻ്റെ സാന്നിധ്യമായിട്ട് അനുഭവിക്കേണ്ടത് ഞാൻ അച്ഛൻ പ്രത്യേകം ആദ്യമേ ആമുഖമായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് വലിയൊരു ശുശ്രൂഷ കർത്താവ് ഒക്ടോബർ മാസം തന്നതാണ്. അത് നമുക്ക് എല്ലാവർക്കും കൂടി തന്നതാണ്. ഇപ്പോൾ 82 പേരോളവും 82,000 ആൾക്കാർ ഇപ്പോൾ ശുശ്രൂഷ കൂടാൻ തുടങ്ങി. 40,000 തുടങ്ങിയതാണ്. പക്ഷെ നിങ്ങളിത് ഷെയർ ചെയ്യണം. ഇനി നിങ്ങൾക്ക് ചെയ്യാവുന്ന ഈ പ്രഭാതത്തിലെ ഏറ്റവും വലിയ ഒരു പുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് ഇത് ഷെയർ ചെയ്യേണ്ടതാണ്. ഓക്കെ, ലെറ്റ്സ് കം ടു അവർ പ്രത്യക്ഷീകരണ പ്രാർത്ഥന. ഏറ്റവും പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിന് അങ്ങ് മാധ്യസ്ഥ തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ ഈ പ്രത്യേക നിയോഗം ഇവിടെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ നിയോഗമാണ് വെക്കേണ്ടത്. ഇന്ന് നിങ്ങൾ പോകുന്ന ചിലപ്പോൾ നിങ്ങൾ കിടപ്പ് രോഗികളായിരിക്കാം. അത് കുറച്ച് കാലത്തെ അതുള്ളൂ. അത് മാറും. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു ദിവസം ദൈവം തന്നു, ഒരു കാലം ദൈവം തന്നു മാത്രം ചിന്തിച്ചാൽ മതി. വേറെ ഒന്നും ചിന്തിക്കണ്ട. എംപവർ ചെയ്യാൻ. അതുപോലെ തന്നെ നിങ്ങളിന്ന് യാത്ര ചെയ്യുന്നവരുണ്ടാകാം. ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ശരിയാകുമോ ഇല്ലയോ എന്നൊക്കെ പേടിക്കുന്ന വിഷയങ്ങളുണ്ടാകാം. ചില വ്യക്തികളോട് നമ്മൾ സഹായം ചോദിക്കാൻ പോകുന്നവരുണ്ടാകാം. അവരെങ്ങനെ അത് പ്രതികരിക്കും നമുക്കറിയത്തില്ല. എല്ലായിടത്തും മാതാവിനെ വിളിച്ചുകൊണ്ട് പോകണം. കാര്യം കൃപാസന മാതാവ് സഞ്ചാരി മാതാവാണ്, നിൻ്റെ കൂടെ വരും. ഐ കം വിത്ത് യു വെയറെവർ യു ഗോ എന്ന് പറഞ്ഞ ഒരു വാഗ്ദാനം നമ്മളിലുണ്ട്. ഉടമ്പടിയുടെ ഭാഗമായിട്ട് ആ ഉടമ്പടിയുടെ ഭാഗമായിട്ടുള്ള വാഗ്ദാനത്തിലും നമ്മുടെ എവിടെ ചെന്നാലും നമ്മുടെ കൂടെ വരണ മാതാവാണ്. അമ്മേ, എൻ്റെ കൂടെ ഉണ്ടാകണമേ, അമ്മ എൻ്റെ കൂടെ വരണമേ, എന്നൊക്കെ വേണ്ടി സംസാരിക്കണമേ. അങ്ങനെ നീ പ്രാർത്ഥിച്ച് നീ പോകുന്ന സ്ഥലം, വ്യക്തികൾ, സംഭവങ്ങൾ, സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ എല്ലാം നീ ഇപ്പോൾ സമർപ്പിക്കുക. നിന്നെ അനുഗ്രഹിക്കാൻ പോലെ കർത്താവ്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശ വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട, നമ്മൾ നേരത്തെ പറഞ്ഞ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണിത്. കുരിശെടുത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണ്. കുരിശെടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനെയും കീഴടക്കാനുള്ള അധികാരത്തിൻ്റെ അടയാളമാണ് കുരിശ്. ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു പറഞ്ഞില്ലേ. ഈ ലോകം മുഴുവൻ അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്ന ഒരു സമയമാണ് അവൻ്റെ കുരിശിൻ്റെ ആരോഹണം. അവൻ ഏറ്റവും ശക്തിമാനായിരുന്ന ഒരു സമയം ആണ് ഏറ്റവും സങ്കടപ്പെട്ട സമയം. കാര്യം ആ സങ്കടത്തിൻ്റെ സാഹചര്യത്തെ
അവൻ പിതാവിൻ്റെ തിരുവിഷ്ടമായിട്ട് അംഗീകരിച്ച് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ പിതാവിൻ്റെ പ്രസാദത്തിൻ്റെ ബലമാണ് അവൻ്റെ നാമത്തിൻ്റെ ശക്തി. കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾ നിന്നെ ആശ്രയിക്കാൻ ഇടയാക്കിയാലും നിൻ്റെ പേര് കേട്ടതിലും, സഹായത്തിൻ്റെ പേര് നിൻ്റെ പേര്, നിൻ്റെ സൗഖ്യത്തിൻ്റെ പേര് നിൻ്റെ പേര്, അതുപോലെ തന്നെ ധൈര്യത്തിൻ്റെ പേര് നിൻ്റെ പേര്, എല്ലാത്തിനും കൊള്ളിക്കാൻ പറ്റുന്ന ഒരേ ഒരു നാമമാണ് നീ, യേശു ക്രിസ്തു. കർത്താവ്, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈശോയെ, നിൻ്റെ നാമത്തിൽ ഞാൻ പൗരോഹിത്യം സ്വീകരിച്ചത് 38 വർഷം ഇപ്പോഴായി. ഈ 38 വർഷത്തിൻ്റെ പൗരോഹിത്യത്തിൽ നിനക്ക് വേണ്ടി നിലകൊണ്ട നിലപാടുകളെടുത്ത, നിനക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള അനേക സുവിശേഷ സാഹചര്യങ്ങൾ, സന്ദർഭമുണ്ട്. അതെല്ലാം ഈ പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി നീ ഇപ്പോഴും ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളെ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ നിനക്ക് വേണ്ടി എന്തായിരുന്നു അതെല്ലാം നീ ഓർക്കണം. അത് ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, നിൻ്റെ കൃപ കൊണ്ടാണ് നീ ഓർക്കണം. ആ യോഗ്യതയാൽ പ്രാർത്ഥിക്കുകയാണ്. നിൻ്റെ കുരിശിൻ്റെ യോഗ്യതയാൽ, നിൻ്റെ മുൾക്കിടത്തിൻ്റെ യോഗ്യതയാൽ, നിൻ്റെ തിരുമണ്ണത്തിൻ്റെ യോഗ്യതയാൽ, നിൻ്റെ തിരുവാല മുറിവിൻ്റെ യോഗ്യതയാൽ, നിൻ്റെ ഉയർത്തേപ്പിൻ്റെ യോഗ്യതയാൽ, നിൻ്റെ നാമത്തിൻ്റെ യോഗ്യതയാൽ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരിന്ന് എവിടെയെല്ലാം പോകുന്നു, ആരെയെല്ലാം കാണുന്നു, എന്തെല്ലാം സംസാരിക്കുന്നു, എന്തെല്ലാം ചെയ്യുന്നു, ആ വിഷയങ്ങളെല്ലാം നിൻ്റെ സന്തതമായ സാന്നിധ്യം ഉണ്ടാകാൻ, നിൻ്റെ അമ്മയുടെ മാധ്യസ്ഥം ഉണ്ടാകാൻ, അപ്രതിരോധ്യമായ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഇന്ന് ചെയ്യുന്ന പ്രവൃത്തികൾ, ഇന്ന് കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ഇന്ന് ചെയ്യുന്ന യാത്രകൾ എല്ലാം പരിശുദ്ധമ്മ ദൈവമായി സമർപ്പിക്കുന്നു. സഞ്ചാരി മാതാവേ, ജീവിതകാലം മുഴുവൻ യേശുക്രിസ്തുവിന് വേണ്ടി 2 കാൽച്ചുവടുകൾ നടന്ന് തീർത്തോളെ. ഞങ്ങളും ഈ കാലഘട്ടങ്ങളിൽ കർത്താവിനെ അറിയാത്ത അറിയിക്കുന്നതിനും അറിഞ്ഞവർ ആഴപ്പെടുന്നതിനും നടത്തുന്ന സുവിശേഷ യാത്രയിലെ അമ്മ സന്ത സഹചാരിയാണെന്ന് അറിയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷവും അനൽപമായ സന്തോഷവും ആത്മധൈര്യവും ഉണ്ട്. അമ്മ ഇപ്പോൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വിദ്യാർത്ഥികളുണ്ട്, അതിൽ അവൻ്റെ ഓഫീസർമാരുണ്ട്, മത്സ്യത്തൊഴിലാളികളുണ്ട്, കർഷക തൊഴിലാളികളുണ്ട്. കർത്താവ്, ഈ കാലഘട്ടങ്ങളിൽ കാലാവസ്ഥ വ്യതിയാനം സംഭവിച്ചിരിക്കുന്ന കാരണം ഏലത്തോട്ടങ്ങളിലെല്ലാം മഴ പെയ്തിട്ട് അതിൻ്റെ പൂക്കൾ ഇല്ലാത്തൊരു സമയമുണ്ട്. പൂക്കൾ അതുപോലെ തന്നെ ഈ കാലങ്ങളിലുള്ള എല്ലാവിധ കാലാവസ്ഥ അനിശ്ചിതത്തിൽ പോകുന്ന കാരണം നമുക്ക് പലരോടും കുരുമുളകിൻ്റെ പൂ അടന്നു പോയിട്ടുള്ളുണ്ട്, പൂക്കാത്ത അവസ്ഥകളുണ്ട്. ഇങ്ങനെ എല്ലാ കാർഷിക മേഖലയും നടുവൊടിഞ്ഞ് കിടന്നിട്ട് അതിൻ്റെ ജപ്തി ഭീഷണിയും വേദനയുമായിട്ട് പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തവരുടെ സങ്കടങ്ങൾ ആരോടും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുപോലെ തന്നെ ഓരോ കടമില്ലാത്ത മത്സ്യത്തൊഴിലാളികളില്ല, കടമില്ലാത്ത എല്ലാ തരത്തിലും സാധാരണ ജീവിതം ജീവിച്ചിട്ട് പോലും കടമുള്ളവരെയാണ് അമ്മ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത്. അപ്പം അങ്ങനെയുള്ള എല്ലാ മനുഷ്യരെയും സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കുന്നതിന് വേണ്ടി അവർ പരിശ്രമിക്കുമ്പോൾ അവർക്ക് മേലാളന്മാരായി നിൽക്കുന്ന വ്യക്തികൾക്ക് അനുകൂലമായ തീരുമാനം എടുത്താൽ തീരാവുന്ന കടമയുള്ളൂ. അമ്മേ, ആ ബാങ്കിലായാലും ഗവൺമെൻറ്റിലായാലും അനുകൂലമായ തീരുമാനം എടുത്തുകൊണ്ട് മക്കളുടെ കടങ്ങൾ പരിഹരിക്കാനുള്ള പുതിയ മാർഗ്ഗങ്ങൾ കാണിച്ചു തന്നെ പ്രാർത്ഥിക്കുന്നു. ദേശങ്ങളിലും വിദേശങ്ങളിലും ജീവിക്കുന്നവരും ജോലി ചെയ്യുന്നവരും യാത്ര ചെയ്യുന്നവരും പരീക്ഷ പോലെയുള്ള സംവിധാനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ഉത്തരവാദിത്തങ്ങൾ, ഇൻ്റർവ്യൂ പോലെ ഉത്തരവാദിത്തങ്ങൾ അഭിമുഖീകരിക്കുന്നവരെ നീ ആശീർവദിക്കണം. കർത്താവ്, ഭവനരഹിതർ, വീടില്ലാത്തവർ, അതിനുവേണ്ടി ഇന്ന് പരിശ്രമിക്കാൻ പോകുന്ന അവരുടെ ജോലികൾ, കർത്താവ് സ്ഥലം പോലും ഇല്ലാത്തവർ, അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടി വരുന്ന ആകൃതിയോട് താമസിക്കുന്നവർ, എല്ലാ മക്കളെക്കുറിച്ചും അവരുടെ തുറന്നു നടപ്പുകൾ തെറ്റായ ബന്ധങ്ങളും കാലം വിഷമിച്ച് ജീവിക്കുന്നവരുണ്ട്. മക്കൾക്ക് അങ്ങനെ ബോധം പോലും ഇല്ല. അതുപോലെ തന്നെ പലതരത്തിലുള്ള ആന്തരികമായ ബന്ധനങ്ങളാലും ലോകത്തിൻ്റെ പാപശാപങ്ങളാലും കുടുംബത്തോടുള്ള ഉത്തരവാദിത്വം പോലും തലമറന്ന് ജീവിക്കുന്ന മക്കളുണ്ട്. കാരണം അവരെല്ലാം സ്പർശിക്കണം. മക്കളെക്കുറിച്ച് വേദനിക്കുന്ന മാതാപിതാക്കന്മാരും അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുമ്പോൾ സ്നേഹമില്ലാതെ, ആന്തരികമായ ഐക്യമില്ലാതെ, തമ്മിൽ തെറ്റിദ്ധരിച്ച് മിണ്ടാതെയും പ്രാർത്ഥിക്കാതെയൊക്കെ ജീവിക്കുന്ന കുടുംബങ്ങൾ, പ്രാർത്ഥന നിന്നുപോയ കുടുംബങ്ങൾ, പ്രാർത്ഥിച്ചിട്ട് മാസങ്ങളും വർഷങ്ങളായ കുടുംബങ്ങൾ എല്ലാം കർത്താവിൻ്റെ നാമം സമർപ്പിക്കുക. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ 38 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ ഇപ്പോൾ പ്രാർത്ഥിച്ച മുഴുവൻ വിഷയത്തിനും ദൈവിക തീരുമാനം ഉണ്ടാകാൻ പരിശുദ്ധ മതമാതാവ് സമർപ്പിച്ചുകൊണ്ട് യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് വായിക്കുന്ന വചനം മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 52-ാമത്തെ തിരുവചനമാണ്. ഇതിൻ്റെ കൂടെ വായിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 54-ാമത്തെ തിരുവചനം. ഇതിൻ്റെ സംഭവം എന്ന് പറയുന്നത്, ഒന്ന് കർത്താവിനെ സഹായിക്കാൻ വേണ്ടി മൂല്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് താൻ പഠിച്ച ദൈവവചനം മറന്നുകൊണ്ട് ഒരു പ്രായോഗികമായ ഒരു നിലപാടെടുക്കുകയും കർത്താവിനെ അറസ്റ്റ് ചെയ്യാൻ വന്നവരെ വാളൂരി വെട്ടുന്ന 10 ദിവസം, ആ 10 ദിവസത്തിന് പിന്നീട് കർത്താവിൻ്റെ ചൈതന്യത്തിൽ നിന്ന് ആ വചനത്തിൻ്റെ അനുസരണയിൽ നിന്ന് മാറിപ്പോയപ്പോൾ 10 സംഭവിച്ച ദുരന്തവും ഒക്കെ എഴുതി നമുക്ക് വായിച്ചു കേൾക്കാം. വിശുദ്ധ മത്തായി സുവിശേഷം 26-ാം അധ്യായം 52-ാം വചനം. യേശു അവനോട് പറഞ്ഞു, വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും.
ഇനി നമ്മൾ അതിൻ്റെ കൂടെ വായിക്കാൻ പോകുന്ന വചനം ലുക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 54-ാമത്തെ വചനമാണ്. അവർ അവനെ പിടിച്ച് പ്രധാന ആചാര്യന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി പത്രോസ് അകലെയായി അവനെ അനുഗമിച്ചിരുന്നു. അതായത് നമ്മളിത് വരുന്ന ഒരു വിഷയം, അതായത് ഈശോ പല പ്രാവശ്യം പറഞ്ഞതാണ്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിക്കണമെന്ന്. കയ്യിലുള്ള വാള് വരെ പരിത്യജിക്കണമെന്നതിൻ്റെ അർത്ഥം. ആക്രമിക്കാനും പ്രതിരോധിക്കാനും ഒക്കെ നമുക്ക് അവകാശമുണ്ട്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ പദ്ധതിയോട് നമ്മൾ വശംവദരായി സമർപ്പിച്ചിട്ട് ദൈവത്തിന് ജയിക്കാനുള്ള അവസരം കൊടുക്കണം. അപ്പോൾ നമുക്ക് തന്നെ ജയിക്കാൻ വേണ്ടി നമുക്ക് എപ്പോഴും തോന്നുന്ന ഒരു പ്രലോഭനമാണ്, നമുക്ക് ജയിക്കണം, ദൈവം തോറ്റാലും നമ്മൾ ജയിക്കണം. അപ്പോൾ പത്രോസിൻ്റെ അവസ്ഥയിൽ ദൈവം തോറ്റതുപോലെ അങ്ങനെ പത്രോസ് തോന്നി. അതുകൊണ്ട് പത്രോസ് സ്വന്തം വാൾ ഊരിയിട്ട് കർത്താവിൻ്റെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി ദൈവത്തിന് വേണ്ടി ഒരു ആനുകൂല്യം ചെയ്താണ് പാവപ്പെട്ടവൻ. പക്ഷെ അങ്ങനെയുള്ള ആനുകൂല്യമൊന്നും ക്രിസ്തു കൈപ്പറ്റുന്നില്ല. ദൈവത്തിൻ്റെ സത്യവചനത്തിന് ചേരാത്ത, ദൈവത്തിനെ പോലും സംരക്ഷിക്കാനായ, ദേവാലയം പോലും പണിയാനോ അല്ലെങ്കിൽ സത്യവചനത്തിന് ചേരാത്ത ദൈവത്തിന് വേണ്ടി കൂടി അനുകൂലമായ പ്രവർത്തികളെ പോലും ദൈവം അംഗീകരിക്കത്തില്ല. അതുകൊണ്ട് ഈശോ പറഞ്ഞു, വാളൊക്കെ ഇടുക, വളർന്നും എടുത്ത് നീ എന്നെ രക്ഷിക്കേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പത്രോസിൻ്റെ ഒരു നീരസമായി. എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിച്ചത്? പത്രോസ് തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ല വാളൂരി വെട്ടിയത്, ക്രിസ്തുവിൻ്റെ ജീവൻ രക്ഷിക്കാനാണ്. അതിനകത്ത് പത്രോസിൻ്റെ ജീവിതം പോലും അടിമപ്പെടുത്തിക്കൊണ്ടാണ്. കാര്യം അവരിപ്പോൾ പത്രോസ് കണ്ടറിയാവുന്ന പ്രതികൾ കൂടെ അതിലായില്ലേ. എന്നിട്ട് കർത്താവല്ലേ ശത്രുപക്ഷത്ത് ചേർന്ന് നിൽക്കണം. ഇപ്പം അവൻ്റെ ചെവിയെടുത്ത്, മാർക്കസിൻ്റെ ചെവിയെടുത്ത് അവൻ്റെ ചെവിയുടെ പൊറിഞ്ഞുപോയ ചെവി ചേർത്തപ്പോൾ കർത്താവ് ശത്രുപക്ഷത്ത് ചേർത്തുകയും പത്രോസ് ഒറ്റപ്പെടുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ ദൈവം പ്രാർത്ഥിക്കാത്തവൻ്റെ കൂടെ നിൽക്കുന്നതും പ്രാർത്ഥിക്കുന്ന നമ്മൾ ഔട്ടാകുന്നതും ലോകത്ത് ഏറ്റവും വലിയ അനുഭവമാണ്. അപ്പം നമുക്ക് നീരസം തോന്നിയാൽ മതി. ദൈവത്തിൻ്റെ വചനങ്ങൾ നിറവേറ്റുന്നതിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷം തോന്നും. നമ്മുടെ ശത്രു പോലും ദൈവത്തെ അനുഗ്രഹിക്കപ്പെടുമ്പോൾ സ്നേഹം സന്തോഷിക്കുന്നത്, എല്ലാ കാര്യത്തും സന്തോഷിക്കുന്നില്ല, അസൂയപ്പെടുന്നില്ല, സന്തോഷിക്കുന്നു. അപ്പോൾ ആ സ്നേഹമാണ് ക്രിസ്തു പത്രോസിൽ നിന്ന് ഉദ്ദേശിച്ചത്. അങ്ങനെ അവൻ്റെ ചെവി വെച്ച് കൊടുക്കുമ്പോൾ പത്രോസിന് സന്തോഷമാണ് തോന്നേണ്ടത്. പക്ഷെ പുള്ളിക്ക് നീരസമാണ് തോന്നിയത്. കാര്യം എന്താണ്? ഞാൻ കർത്താവിൻ്റെ ജീവന് വേണ്ടി നിലനിൽക്കുന്നവനാണ്, ഞാൻ പള്ളിക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി നിലനിൽക്കുന്നവനാണ്. പക്ഷേ സഭ ചില സമയത്ത് പൊതുജനങ്ങൾക്ക് വേണ്ടി നിലനിൽക്കണം കാണുമ്പോൾ നമുക്ക് വിറയും. അപ്പോൾ നമുക്ക് ഭയം ഉണ്ടാവും, നീരസം ഉണ്ടാവും. അപ്പോൾ നിരാസവും ഉണ്ടാവും. വെച്ച് കഴിഞ്ഞാൽ ഒരു അകൽച്ച, വിപ്രതിപതി തോന്നും. അങ്ങനെ വരുമ്പോൾ ആ ഒറ്റ തോന്നൽ മതി. എന്ത് പറ്റി? പിന്നെ സംഭവിക്കുന്നത് എന്താണ്? അവൻ അത്രയും അടുത്ത് നിന്നിരുന്ന അവൻ ആ ഒറ്റ നീരസം കൊണ്ടും നിരാശ കൊണ്ടും ഒറ്റ ഒരു ക്ലിക്ക് ബട്ടണിൽ ഇവൻ അകന്നുപോയി. അതുകൊണ്ടാണ് പത്രോസ് ലുക്ക പറയണത്, അവൻ പിന്നീട് അകലെയായി അവനെ അനുഗമിച്ചിരുന്നു എന്ന് പറയണത്. കാര്യം ദൈവത്തിൻ്റെ നടപടിക്രമങ്ങളിലെ പത്രോസിന് നീരസം തോന്നി. തന്നെ സംരക്ഷിച്ച് സപ്പോർട്ട് ചെയ്യേണ്ട ദൈവം, താൻ ദൈവമേ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആളാണ്, സഭയെന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആളാണ്. തന്നെ സപ്പോർട്ട് ചെയ്യേണ്ട സ്ഥലത്ത് ദൈവം എൻ്റെ എതിരാളിയെ സപ്പോർട്ട് ചെയ്യുന്നു. ഐ ക്യാൻ ബെയർ ഇറ്റ്. ഇങ്ങനൊരു ദൈവത്തെ എനിക്ക് ആവശ്യമില്ല. വൈ ഷുഡ് ഐ കീപ് ദിസ് കൈൻഡ് ഓഫ് ഫെയ്ത്ത്? ഈ വിശ്വാസം ഞാൻ സംരക്ഷിക്കണം. ഇതെല്ലാവരും ചിന്തിക്കുന്ന ജീവിതാനുഭവങ്ങൾ അവന് വേണ്ടി കൊള്ളുമ്പോഴാണല്ലോ ഇതെല്ലാം അറിയണത്. അപ്പോൾ നമുക്ക് നീരസം തോന്നും, നിരാശ തോന്നും. ആ ഒരു തോന്നൽ മതി, നമ്മൾ അകന്നു പോകും. അതാണ് അകലെ കൂടി അനുഗമിച്ചത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കും. ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യണം. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആ ഒരു ലവ് ലെവലിലേക്ക് നിന്നെ ഉയർത്താൻ വേണ്ടിയാണ് നിൻ്റെ മുമ്പ് വെച്ച് ദൈവം അങ്ങനെ ചെയ്യണത്. അപ്പോൾ അത് ദൈവത്തിൻ്റെ മനസ്സിലാക്കിക്കൊണ്ട് ആ സ്നേഹത്തിൻ്റെ നിലവാരം കീപ്പ് ചെയ്ത് വളരാൻ നോക്കണം. അതിന് പകരം നീ നീരസം ചിന്തിച്ച് നിരാശമായിട്ട് അകന്നു പോകാതിരിക്കാൻ ഈ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രൈസ് ദി ലോർഡ്.